ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയാണ് സുഹൃത്തുക്കളെ ആറ്റുകാൽ പൊങ്കാല. നമ്മൾ ഇപ്രാവശ്യം അമ്പലത്തിൽ പോയി പൊങ്കാല ഇടാനുള്ള സെറ്റപ്പ് അല്ലേ മാ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടത് വീട്ടിലല്ലേ? വീട്ടിലാണ് ഇടുന്നത്. കോവിഡ് വന്നതിന് ശേഷം പിന്നെ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. അതിന് മുമ്പൊക്കെ അമ്മ അമ്പലത്തിൽ പോയി ആറ്റുകാൽ പോയിരുന്നു, ചക്കുളത്തൊക്കെ പോകുമായിരുന്നു, എല്ലായിടത്തും പോയി അമ്മ പൊങ്കാല ഇടുമായിരുന്നു. അപ്പൊ ഗൈസ് ഇന്ന് പൊങ്കാലക്കുള്ള കലം, മറ്റേ അരി, അങ്ങനത്തെ പൊങ്കാലക്കുള്ള സാധനങ്ങൾ എല്ലാം മേടിക്കണം. ഇത് ടീഷർട്ട് ഇതൊക്കെ തണ്ണിമത്തന്റെ ഡിസൈനിലുള്ള ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കണേ. ചുമപ്പും പച്ചയൊക്കെ. ഞാൻ പൊങ്കാല ഇടും, ആണുങ്ങൾ പൊങ്കാല ഇടുവോ? ആണുങ്ങളും ഇടുകയൊക്കെ ചെയ്യും. നിനക്ക് ഇച്ചിരി അരി വാരി അതിലിടാം. അരി വേണമെങ്കിൽ തരാം. ഞാൻ പിന്നെ 3 കലത്തിലാ ഇടുന്നത്. 3 കലോ? ഒരു കല അച്ഛന് മൊത്തത്തിൽ അമ്മയാണ് എല്ലാം നോക്കുന്നത്. അച്ഛൻ വരുന്നുണ്ടോ പൊങ്കാലക്ക്? ഒരു പ്രാവശ്യം വന്നായിരുന്നു, കൊച്ചുവിനെ കളഞ്ഞു പോയായിരുന്നു. അത് പണ്ട്, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് ആറ്റാല് പൊങ്കാല വീട്ട് കളഞ്ഞു പോയായിരുന്നു. അത് എത്രയിലായിരുന്നു? 6-ലോ 5-ലോ എന്തോ ആയിരുന്നു. ഇപ്പൊ ഞാൻ വളർന്നു. നാളെ പോകുമ്പോ പിന്നെ ഞാൻ കാണാതെ പോകണമല്ലേ? ഇനി പോകുമ്പോ എന്നെ കാണാതെ പോകില്ലേ ഉള്ളൂ. നീ പോയാ തിരിച്ചു പറഞ്ഞത്. ഒരിക്കൽ ഞാൻ പോയായിരുന്നു, വാട്ടർ സപ്ലൈ എന്തെങ്കിലും പ്രശ്നം പറ്റി, അവിടെ പൈപ്പൊക്കെ പൊട്ടി, അങ്ങനെ ഒരിടത്തും വെള്ളമില്ല. അങ്ങനെ വെള്ളമില്ലാതെ അച്ഛൻ കക്കൂസി പെട്ടുപോയ കഥ. ഈ കഥ എനിക്ക് അറിയാൻ കേട്ടോ. അങ്ങനെയാണ് അച്ഛൻ പിന്നീട് ആറ്റുകാല് പൊങ്കാലക്കൊന്നും പോവാതായത്. അങ്ങനെ അങ്ങനെയല്ലേ പിന്നെ വാട്ടർ സപ്ലൈയിൽ പോയാലും ബന്ധം. വെള്ളമില്ലാതെ അങ്ങനെ കക്കൂസിൽ 2 ദിവസം ബാത്റൂമിൽ പോകാനായിട്ട്. അതായത് രാവിലെ വെളുപ്പാങ്കാലത്തെ പോണ്ടേ, പോയി ബാത്റൂമിൽ പോകപ്പെട്ട പാട്. ഞാൻ പറഞ്ഞ കഥ സെയിം തന്നെ. ഹാപ്പി നോക്കണ്ടോ? ഹാപ്പിക്ക് ഭയങ്കര കുരുത്തക്കേടാ. എവിടേക്കോ പോയി ചാടി, ചെളിയിലൊക്കെ ചാടിയിട്ട് വന്ന് വീട്ടിൽ കയറി കേട്ടോ. മൊത്തം ചെളി അഴുക്കൊക്കെ ഇട്ടേക്കാണ്. അപ്പൊ ഗൈസ് ഇന്ന് പോയിട്ട് പൊങ്കാലക്കുള്ള സാധനങ്ങൾ കാര്യങ്ങളെല്ലാം മേടിക്കണം. മുണ്ടും മേടിക്കണം. ഞാനും പോകുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം ഞാൻ മെഴുകുമെന്ന്. ഭയങ്കര ചൂടുമയിലായിരിക്കുമല്ലേ? കുഴപ്പമില്ല. പിന്നെ ആ ഒരു ഇച്ചിരി സമയത്ത് ആ പുക, അതൊരു രസമാണല്ലേ? ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ നാളെ എന്തായാലും ഒത്തിരി അമ്മമാരെ കാണാൻ പറ്റും. എല്ലാരും വന്ന് പൊങ്കാല ഇടുന്ന ഒരു ദിവസമാണ് നാളെ. എനിക്കൊന്ന് ഏറ്റവും വലിയ പൊങ്കാല ആറ്റുകാൽ കേരളത്തിലല്ലേ? നാളെ ഞങ്ങൾ അമ്മമാർക്കുള്ള ദിവസമാണ്. തിരുവനന്തപുരം ഫുള്ള് ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. റോഡിന് നടുക്കൂടൊക്കെ നടന്നൊക്കെ പോവാം. നടുക്കൊക്കെ ഇരുന്നിട്ട് ആരും പറയുന്നില്ല അങ്ങോട്ട് മാറിയിരിക്കേ. നാളെ അമ്മമാരുടെ ദിവസമാണ്. അമ്പലത്തിന്റെ സൈഡിലൂടെ നമുക്ക് അടുക്കാനേ പറ്റത്തില്ല കേട്ടോ നാളെ. എന്തായാലും അമ്മയ്ക്ക് കൂട്ടിന് ആരുമില്ല, അതുകൊണ്ട് പിന്നെ ഞാനെങ്കിലും പോകണ്ടേ കൂടാ. കഴിഞ്ഞേനെ നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം അമ്പലത്തിൽ പോയി ഇടാന്ന് പറഞ്ഞായിരുന്നു. ഓരോ ബൂത്തുകളുണ്ടോ വോട്ടിടും പോലെ? അങ്ങനെയൊന്നുമില്ല. പൂജാരിമാരുള്ള ബൂത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും വരും കേട്ടോ, എല്ലായിടത്തും. പിന്നെ ഒരേ ജംഗ്ഷനില് പൊങ്കാല ഇടുന്നുണ്ടോ? ഈ പണ്ടാര അടുപ്പില് വലിയ പൊങ്കാല ഇടും. വലിയ പൊങ്കാല, സമൂഹ പൊങ്കാല ഉണ്ടോ? അവിടുന്നാണ് നമുക്ക് തീ കൊണ്ടുവരുന്നത്. തീ കൊണ്ടുവരുന്നത് ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വിളക്കി കത്തിച്ച് അങ്ങനല്ല. ഒരേ അടുത്ത് ഇങ്ങനെ വരുന്ന തീ പാസ് ചെയ്ത ഇതുവരെ ഞാൻ നേദിക്കുന്ന തിരുമേനി വരും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്ന് പോയിട്ട് പൊങ്കാലക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം. അത് നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ വ്രതം ആയതുകൊണ്ട് തന്നെ സാമ്പാറും ചോറ്, തീയല്, അങ്ങനത്തെ സംഭവമൊക്കെയാണ് വീട്ടില്. ഞാൻ രാവിലെ എന്തായിരുന്നു തിന്നാ? പുട്ട്, പഴം, പയർ ഒഴുകിയതല്ലേ. ഇന്നപ്പോ ഗൈസ് വെജിറ്റേറിയൻ ആണ് ഫുള്ള്. പപ്പടം, തൈര് വെജിറ്റേറിയൻ ആണോ? ഇത് ഒരു ദിവസം കഴിഞ്ഞതല്ലേ തൈര്? ഓ ശരിയല്ലേ. ചോറുണ്ട്, ചീരത്തോരനുണ്ട്, തീയലുണ്ട്, പപ്പടം, തൈര്. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് നമുക്ക് പൊങ്കാലക്കുള്ള സാധനം മേടിക്കാനായിട്ട് പോവാം കേട്ടോ. ഹേ ഗൈസ്, അപ്പം നമുക്ക് ആദ്യം സാധനം മേടിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ലിസ്റ്റ് എഴുതാം. എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടതെന്ന് ലിസ്റ്റ് എഴുതാം. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ നമ്മൾ മറക്കും. എന്നിട്ട് പിന്നെ കടയിൽ ഓടേണ്ട ഒരു അവസ്ഥയാണ്. അതെന്തായാലും ഇപ്രാവശ്യം ഇല്ല. ലിസ്റ്റ് എഴുതിയിട്ട് കംപ്ലീറ്റ് സാധനം പോയി മേടിക്കാം. ഒന്നും മറക്കല്ലേ, പറയണം കേട്ടോ. ആദ്യം പൊങ്കാലക്കുള്ള സാധനം പറയൂ. അരി എഴുതിയാ? അരി, ശർക്കര, പിന്നെ പഴം വേണ്ട? പഴം 1 കിലോ മതിയാ? ഓ, 3-4 കിലോ ഇല്ലേ? 1 കിലോ അത് മതി. മുന്തിരി, നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഏലക്ക. അണ്ടിപ്പരിപ്പ് ഒന്നും വേണ്ട. അണ്ടിപ്പരിപ്പ് വേണ്ട. പിന്നെ ഇതിനകത്തിടണം സ്റ്റൗവരി. അതൊന്നും വേണ്ട. അതൊന്നും വെക്കത്തില്ല. ഏലക്ക, കർപ്പൂരം, പാല്, പഞ്ചസാര എഴുതിയ ശകലം പഞ്ചാര ഇടണം. അറിയാം. ഓ നല്ല ആളാ. എനിക്കറിയാം. ഇന്നാൾക്ക് എന്തോ ഒരു വിറ്റുണ്ടായിരുന്നല്ലോ. അച്ഛനെന്ന് എഴുതുന്ന കാര്യമാണ്. അച്ഛനാണാ? അമ്മ എന്തോ എനിക്ക് എഴുതി തന്നെ. തക്കാളിക്ക് പുതിനേലക്ക് 10 എഴുതി. അത് മാത്രം 10 എന്നല്ല,
അതല്ല മുന്നന്റെ നമ്പർ സേവ് ചെയ്തേക്കുന്ന മുനാന്ന്. പഞ്ചസാര സംസാരിക്കുന്നത് വലിയ ഡെക്കറേഷൻ വേണ്ട. എന്നാ ഇയാൾ എഴുതി. ഇയാളല്ലേ എഴുതി, അങ്ങോട്ട് എഴുത്. തോർത്തൊന്നും മറക്കല്ലേ. തോർത്തുണ്ട്, അത് പുതിയത് മേടിക്കണം. ഒരെണ്ണം പുതിയ തോർത്ത് മേടിയിരുന്നു. ഒരു സാധനം പോലും മറക്കല്ലേ. എന്തെങ്കിലും തിരി ചന്ദനത്തിരി. അത് ഇവിടെ സാധനം മേടിക്കണം, ഇവിടെ എഴുതരാം. അല്ലെങ്കിൽ പിന്നെ നമ്മള് കലത്തിന്റെ അവിടെ വന്നിട്ട് തിരി അടിച്ച തേങ്ങ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മറക്കും എന്തെങ്കിലും. ഓക്കെ എല്ലാം ആയല്ലോ, ഇനി ഒന്നുമില്ലല്ലോ. സ്റ്റീലിന്റെ കലം വല്ലതും വേണോ? സ്റ്റീൽ കലം തൊട്ടിയൊക്കെ കൊണ്ടിരിപ്പുണ്ട്, വെള്ളം കൊണ്ടുപോകും. പിന്നെ ഒരു വിറ്റ് ഷോപ്പർ കൂടെ മേടിക്കണം. വിറ്റ് ഷോപ്പർ വേണം ഒരു ഇത്, അത് എഴുതി തരാം. അല്ലെങ്കിൽ പിന്നെ ഷോപ്പർ ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധനം മേടിക്കാനായിട്ട് പോവാം സുഹൃത്തുക്കളെ. നമുക്ക് ഥാറിൽ പോകാം. ഥാർ മറ്റേ എണ്ണയില്ല കേട്ടോ, അതിന് പെട്രോൾ അടിക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പോവാം. ഇപ്പൊ താക്കോൽ എവിടെ വെക്കുന്നേ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കത്തില്ല, ഞാൻ അതൊക്കെ അങ്ങ് വിട്ടുപോകും. താക്കോല് ഇപ്പൊ എല്ലാരും പറഞ്ഞല്ലോ എന്റെ വീട്ടിലെ താക്കോൽ എവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ തൂണില് പണ്ട് തൂണിലായിരുന്നു, അത് ഒരു വട്ടം ലീക്കായി. അതും കണ്ട് ഇനി എവിടെ വെക്കും? കുഴിച്ചാണ് കേട് വെച്ചാ ക്യാമറ കട്ട് ചെയ്തിട്ട് പൊക്കൊന്നും ഇല്ലാത്ത നാളെ പൊങ്കാലയ്ക്ക് വെച്ച് ചെറിയ സാധാ ചെരുപ്പ്, ഹീലില്ലാത്തത്, അല്ലെങ്കിൽ നരങ്ങടിച്ച് വീഴും. ഇതാണൊക്കെ നമ്മള് മേടിച്ചില്ലായിരുന്നു. ഇത് ഇന്നലെ വന്നതാ. ചൂട് സാധനം. ഏത് കമ്മല്? വേറെ എന്തെങ്കിലും വേണോ? കമ്മല് പൊട്ടൊക്കെ ഉണ്ടാ? നാളെ സുന്ദരിയായിട്ട് വേണം പോവാ. ഒത്തിരി ആൾക്കാർ കാണാൻ പോവില്ല നാളെ. ഇത് മുന്തിരിയുടെ തന്നെ വേറൊരു നിറം കേട്ടോ. ഇത് ഒറ്റ വള്ളി. ഇത് 3-4 വള്ളിയുള്ളത്. ബ്ലൗസ് ഏത് കളറാ? പച്ച. അപ്പൊ പച്ച കളറിലുള്ള ഇതുണ്ടോ? ഉണ്ടോ പച്ച കളർ വള്ളി? വേണ്ട, അങ്ങനെ വേണം. എന്താ നോക്കിയേ, ഒരു ഷർട്ട് എടുക്കാനായിട്ട് വന്ന കേട്ടോ. ഇവിടെ പക്ഷെ ഒരുപാട് ഇപ്പൊ സെലക്ഷൻ ഇല്ല. ഈ ഒരു 2-3 കൊള്ളാവോ? പൊങ്കാലക്കുള്ള ചട്ടി മേടിക്കാനായിട്ട് വന്നേക്കോ കേട്ടോ. ചട്ടി അല്ലല്ല കലം. എനിക്ക് എപ്പോഴും മാറിപ്പോകും ചട്ടിയും കലം തമ്മിൽ. അതാണ്ട് ഇത് ഇടും. എടുക്കല്ലേ, പൊട്ടിക്കല്ലേ. ഒരു വലുതിടും, ഏറ്റവും വലുതൊന്ന്, അതിന്റെ ചെറുതൊന്ന്, അതിന്റെ ചെറുതൊന്ന്. ഒരു മുതുക്ക് പൊങ്കാല, മീഡിയം സൈസ് പൊങ്കാല, സ്മാൾ പൊങ്കാല. ഇതിലും വലുതില്ലേ? സ്റ്റീലിന്റെ കൊണ്ട് അണ്ടാവൊക്കെ ഇരിക്കുന്നത്. അതെ, ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പോകും. അങ്ങനെ ഒഴിച്ചു പോക്ക്. ചട്ടി മേടിക്കുന്ന തിരക്ക് കണ്ടാ. എല്ലാരും പൊങ്കാലയ്ക്ക് പോകുന്നതായിരിക്കും അല്ലേ? നാളെ അവിടെ എന്തിനായിരിക്കും? ഞാൻ പെടുവെന്ന് പോകുന്നല്ലേ എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പെട്ടെന്ന് ഞാൻ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചാ പോന്ന കടവുളെ. ഈ ഒരു സൈസ് കലവും പിന്നെ അതിന്റെ ചെറുതും പിന്നെ ഏറ്റവും ചെറിയൊരു കലവും എടുത്തു കേട്ടോ. നമ്മൾ മൊത്തം 3 കലത്തിലാണ് സുഹൃത്തുക്കളെ പൊങ്കാല ഇടുന്നത്. പൊങ്കാലിട്ട് മറിയും നോക്കൂ. ഇവന് ഗ്രൂം ചെയ്യാറായിട്ടോ. കണ്ണൊന്നും കാണുന്നൊന്നുമില്ല. കണ്ണും നഖമൊക്കെ വളർന്നു കേട്ടോ. ഞാൻ ഈ നെയിൽ കട്ടർ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവന് വെയിറ്റ് ആയി, വളരെയും ചെയ്തു. ഒത്തിരി പൊങ്ങുന്നില്ലെന്ന് പറയും. ഇവൻ വെളുപ്പിനെ വന്ന് വിളിക്കൂട്ടോ എന്നെ. എന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേനും ഇവൻ കയറി വന്ന് എന്റെ കഥവിന് കൂട്ടും. അമ്മ പറഞ്ഞു വിടണേണോ? അപ്പൊ വരുമല്ലേ? ഒരു ഒറ്റ ഇടി എവിടെ കൊണ്ടുവച്ച് നമ്മളിങ്ങനെ ഇടിക്കൂലേ അതുപോലെ. ഇന്നാണ് ഏറ്റവും വലിയ കൊട്ടല്. ഞാൻ അങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചേ എന്തോ അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നതെന്ന് വിചാരിച്ചു. ചെന്ന് നോക്കിയപ്പോ ഇടിച്ചിട്ട് ദൂരെ മാറി നിൽക്കുക. നീ കഥ ഉറക്കുന്നോ നോക്കി. ഒറ്റ ഇടി ഗൈസ്. ഞാൻ അത് കേട്ടിട്ട് എണീറ്റ് ഞാൻ തുറന്നു നോക്കിയപ്പോ അവിടെ ഇരിക്കണ്. വന്ന് കലമൊക്കെ പറക്കുവാ. കലമൊക്കെ പറക്കൊണ്ട് പോച്ചാ അങ്ങോട്ട്. അമ്മക്ക് അങ്ങ് സന്തോഷം. അമ്മക്ക് കലം എടുത്തിട്ട് തികയുന്നില്ല അങ്ങോട്ട്. പ്രത്യേക ഒരു ഇതല്ലേ? അതെ, എനിക്ക് ഇപ്പൊ ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട്. ആൾക്കാരെയൊക്കെ കാണുമ്പോഴും ഒക്കെ എന്തോ തിരക്കെന്നറിയോ കടയില്. റോഡിലൊക്കെ ഫുള്ള് തിരക്ക്. രാത്രി ഇനി വണ്ടിയും കൂടെ ഒന്ന് കഴുകണം കേട്ടോ. ഫുള്ള് പൊടി അഴുക്കുക. അല്ലെങ്കിൽ ഞാൻ സർവീസിന് കൊണ്ട് കൊടുക്കാം. ലേറ്റ് ആവും. എനിക്കിനി ജിമ്മിൽ പോണം. കഴിവോ? താങ്ക് യു. വർക്കൗട്ട് ഒരു ദിവസം പോലും മുടങ്ങാൻ പറ്റത്തില്ല. ഹാർഡ് വർക്കൗട്ടാണ്. നാളെ ആറ്റുകാൽ പൊങ്കാല. അല്ല, നമ്മള് രാത്രി ആകുമ്പോഴത്തേനും വരില്ലേ? വൈകിട്ട് ഒരു 6 മണിക്കാകുമ്പോ എത്തൂലേ? ആന്ധ്ര 8 മണിയൊക്കെ ആവുമോ? രാത്രി ഒന്നും ആവത്തില്ല. അതിന് മുമ്പ് വരാൻ പറ്റും.
2 മണിക്കൊക്കെ നേദിക്കും. ആ 3 മണിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിക്കൂടെ എപ്പോഴേ? എപ്പോ എങ്ങനെ വരും? പറന്നു വരുമോ? വണ്ടിയെല്ലാം പോയി ബ്ലോക്ക്. വരെ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? ഞാൻ പെടുവോ? ആ കുഴപ്പമില്ല, അമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. ഞാൻ വേറെ നോക്കുന്നില്ല, അമ്മയുടെ ആഗ്രഹം. ആ വയറൊക്കെ അടിച്ച് അകത്ത് കയറ്റി പോയി. അല്ലെങ്കിൽ മറ്റേ ഇതിന് പോവാം, ഓണത്തിന് പുലിയിലേക്ക് പോവാം. അതിനകത്ത് പെയിന്റ് അടിച്ച് മറ്റേ കരടിയുടെ പെയിന്റ് അടിച്ച് വേണ്ടേ ഇങ്ങനെ 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 ആടി ആടി നടക്കും. അങ്ങനെയെങ്കിലും ഉപയോഗം ഉണ്ടാവട്ടെ ആ വയറിനെ പറ്റിയിട്ട്. ബാഗ് അല്ല, പാക്ക്. അപ്പൊ ഞാൻ വർക്കൗട്ടിന് പോയിട്ട് വന്നിട്ട് കാണാൻ സുഹൃത്തുക്കളെ. ബൈ. നാളെ പൊങ്കാലയ്ക്ക് പോകട്ടെ നമുക്ക്. സമയം ഏതാണ്ട് എത്ര മണിയായി? 12 മണിയായോ? 1 മണിയായി കാണോ? 1 മണി ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ഞാൻ നേരെ കടക്ക് പോയിരുന്നു. കടക്ക് ഉത്സവത്തിന് പോയി. ഇങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു. അമ്മ വന്നിട്ട് പെട്ടെന്ന് പോയി. ഇവരാദ്യം കഴിഞ്ഞ് പോകുന്നട്ടോ. ഞാൻ കുറെ നേരം നിന്ന്. ആ അച്ഛൻ വണ്ടി കഴുകുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് വണ്ടി കഴുകാനായിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പൊളി പാട്ടല്ലേ ഇത്? ഇത് സാധനമൊക്കെ എടുത്താ, മറ്റേ കൊതുമ്പും ചൂട്ടൊക്കെ എടുത്താ പറക്കി വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചാ കലമൊക്കെ പറക്കി വെച്ചിട്ട് ബാക്കി അരിയൊക്കെ പറക്കി വെക്കണം. ഇവിടെ ചൂട്ടും കൊതുമ്പും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നാളെ കത്തിക്കാനായിട്ട് വിറക് വേണ്ടായിരുന്ന മറ്റേ റബ്ബറിന്റെ അതല്ലേ തോനെ അരിയുന്ന. നാളെ പോണ്ടേ ഉണ്ണി? നീ വരുന്നില്ലേ? എന്താ അത് കുഴപ്പമില്ല. നാളെ ഇനിയിപ്പോ പോയില്ലേലും കുഴപ്പമില്ല. നാളെ ഉണ്ടായിടാ, നാളെ പൊതു അവധിയാ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊക്കൂടാ. പറ്റുവാണെങ്കിൽ ഇവനെ എനിക്ക് ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയേ പറ്റൂ, അല്ലെ ഞാൻ ഒറ്റയ്ക്ക് പെടും. അച്ഛൻ വരൂല്ലേ അച്ഛാ? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ള, എല്ലാരും ഊരി. അപ്പൊ എന്തായാലും പായസമേ, ഈ 3 നിറത്തിലെ പായസം ഇടാൻ പറ്റുമോ? വെള്ള, ചോപ്പ്, അങ്ങനല്ലേ? ഒന്നില് ശർക്കര, ഒന്നില് പാല്, ഒന്നില് വിത്തൗട്ട് പഞ്ചാര ഇടാത്ത, ഒരെണ്ണത്തിൽ ഒന്നും ഇടാത്തത്. ഒന്നും ഇടാതെ ചട്ടി മാത്രം, അരി മാത്രം. സാധനമൊക്കെ കൂടെ നിക്കണം, കാണാതൊന്നും പോരുത്. കൊച്ചിലെ കരഞ്ഞുകൊണ്ട് എന്റെ അമ്മ. ഞാൻ മൈക്ക് പോയിന്റുമായിട്ട് ബന്ധപ്പെടാം. അയ്യോ അത് വിറ്റായിരുന്നു. ഞാൻ നോക്കിയപ്പോ എന്റെ പേരൊക്കെ വിളിച്ചു പറയണ്. ചടയമംഗലത്ത് നിന്നും വന്ന കൊച്ചു അല്ല പ്രണവ് എന്നൊക്കെ പറയട്ടെ. അമ്മ തിരക്കുന്നു, ചുമന്ന ഷർട്ടിട്ട. എന്റെ നക്ഷത്രം മാത്രം പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. ഞാനേ ഈ സ്പീക്കർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുവാ ഇങ്ങനെ ഭയങ്കര ഇത് എവിടുന്ന് ഈ എന്നിട്ട് ഈ ഇതിന്റെ ലൈൻ നോക്കുക, ഇതിന്റെ മൈക്ക് പോയിന്റ് എവിടാ കണ്ടുപിടിക്കുക. എന്നിട്ട് ഞാൻ ആരടുത്തും പറയുന്നില്ല, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ നോക്കുമായിരുന്നു. ലാസ്റ്റ് മൈക്ക് പോയിന്റ് കണ്ടുപിടിച്ചാ എത്തിയ. പക്ഷെ എല്ലാം എടുത്തില്ലേ? എല്ലാം ബിഗ് ഷോപ്പറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചട്ടി, തവി, പിന്നെ ഇതിനുള്ള സാധനങ്ങള്, പൊങ്കാലയ്ക്കുള്ള സാധനങ്ങള്. അപ്പൊ നാളെ എന്തായാലും ഒരു 3 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങും. ഇറങ്ങിട്ട് നല്ല സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് വരണം. ഞാൻ ഒരു ഷർട്ടും ഒരു മുണ്ടും എടുക്കാം കേട്ടോ. അത് നാളെ കാണിച്ചു തരാം. അമ്മയ്ക്ക് സാരി അമ്മ മുമ്പേ എടുത്തായിരുന്നല്ലേ? അമ്മ സാരി മുന്നേ തന്നെ എടുത്തായിരുന്നു. സെറ്റും ഉണ്ട്. ബ്ലൗസ് ഒക്കെ തെച്ചോ? ഓക്കെ, എല്ലാം സെറ്റാ. എല്ലാം സെറ്റാണ് ഗൈസ്. വെയിറ്റ് ഫോർ നാളെ ആറ്റുകാൽ പൊങ്കാല. ഓക്കെ ബൈ. പോയിട്ടോ. അപ്പൊ രാവിലെ കാണാന്ന് പറ. രാവിലെ കാണാം. രാവിലെ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വരാന്ന് പറ. സുന്ദരിയായിട്ട് വരാം.